ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഇന്ന് ഞങ്ങളുടെ UK യൂറോപ്പ് ട്രിപ്പിൻ്റെ 6th ഡേ ആണ്, മെയ് 13th 2024. ഇന്ന് ഞങ്ങൾ പാരീസിലാണ് സ്റ്റേ ചെയ്തത്. ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിലുള്ളത് ഐഫൽ ടവർ ലെവൽ 2 വരെയാണ് സാന്റാ മോണിക്കയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ ലെവൽ 3 എടുക്കാൻ പറഞ്ഞു. അതിൻ്റെ എക്സ്ട്രാ വരുന്നത് ഞങ്ങൾ പേ ചെയ്യാമെന്ന് പറഞ്ഞു. അഡീഷണൽ ഒരു €11 ആണ് പെർ ഹെഡ് വന്നത്. അപ്പോൾ ലെവൽ 3 വരെ ഞങ്ങൾ പോയി. അതുപോലെ പാരീസ് സിറ്റി ടൂറ്, പിന്നെ ക്രൂയിസ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എൻ്റെ പുതിയ ഡ്രൈവറാണ്, ആൾ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. യുവർ ഗുഡ് നെയിം പ്ലീസ്? ഫ്ലോറിൻ. ഓക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി റെഡി ആയിട്ടിരിക്കുകയാണ്. ഒരു ഫാമിലിയും കൂടി എത്താനുണ്ട്. അപ്പോൾ അവരും കൂടി എത്തിക്കഴിയുമ്പോൾ ഞങ്ങൾ 9 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ഫ്രഷായിട്ട് പാരീസ് കാണാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഐഫൽ ടവർ. അപ്പോൾ ഒരു 2 സെക്കൻഡിനുള്ളിൽ ഞങ്ങൾ യാത്ര പുറപ്പെടും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും എല്ലാമായിട്ട് നമുക്ക് വഴിയെ കാണാം. എൻ്റെ അടുത്ത് വീഡിയോ കണ്ട പലരും പറഞ്ഞു ഞങ്ങളും കാശ് ചെലവില്ലാതെ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുവാണെന്ന്. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ഞങ്ങൾ വന്ന പോലെ തന്നെ നിങ്ങളും ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുക. എല്ലാം വീട്ടിലിരുന്ന് UK യൂറോപ്പ് ട്രിപ്പ് ആസ്വദിക്കുക. അപ്പോൾ ഇനി നമുക്ക് വരുന്ന കാഴ്ചകളൊക്കെ ആയിട്ട് വഴിയിലൂടെ കാണാം. ചന്ദ്രമേറുന്ന ദീപമേ, കേളുവാത്മാവിലാശവീശുന്ന മോഹനാം ദിവ്യഗാനമേ, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. നങ്ങി വരണ്ട മാനസം കണ്ടവിന്നിൻ തടാകമേ, തുണങ്ങി വരണ്ട മാനസം കണ്ടവിന്നിൻ തടാകമേ, സ്വന്തമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നിളം തെന്നലേ, രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. നാളെ രാവിലെ കറക്റ്റ് സമയത്ത് നമുക്ക് ഇറങ്ങാൻ തയ്യാറായി. കാരണം നമ്മൾ 9 മണിയാണെങ്കിൽ നമ്മുടെ ഡിന്നറിന്റെ സ്ഥലത്തെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഡിന്നർ കഴിഞ്ഞ് ആരെങ്കിലും ഹോട്ടലിലേക്ക് വരാൻ തയ്യാറില്ലാതെ പോവുകയാണെങ്കിൽ ഹോട്ടലിന്റെ വിസിറ്റിംഗ് കാർഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഷോപ്പിങ്ങിന് പോവുകയോ കറങ്ങാൻ പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ വിസിറ്റിംഗ് കാർഡിലെ അഡ്രസ്സ് നോക്കി ഒരു ഊബർ വിളിച്ച്, ഊബറിന്റെ ആപ്പ് വേണേൽ ഡൗൺലോഡ് ചെയ്തിടാം. ഊബർ ആപ്പ് വിളിച്ച് ഊബർ ടാക്സി വിളിച്ച് ഹോട്ടലിലേക്ക് വരാം. അതാണ് നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 40 കിലോമീറ്ററിലധികം ദൂരം ഈഫൽ ടവറിലേക്കുണ്ട്. ഒരു മണിക്കൂർ മുകളിൽ നമ്മൾ അവിടെ എത്താനുള്ള സമയം എടുക്കും, ട്രാഫിക്കിന്റെ ബാഹുല്യം അനുസരിച്ച്. ഈഫൽ ടവർ കാണും, ക്യൂ ഉണ്ടാവും. നമ്മൾ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്താണ് ഈഫൽ ടവർ കാണുന്നത്. ഈഫൽ ടവർ കണ്ടു കഴിഞ്ഞ് ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് അവിടെ ഈഫൽ ടവറിൽ സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ലഞ്ചിന് വരും. ലഞ്ചിന് വരുമ്പോൾ ലഞ്ചിന്റെ അവിടെ വെച്ചാണ് നമ്മൾ ഗൈഡിനെ മീറ്റ് ചെയ്യുന്നത്. ലഞ്ച് കഴിഞ്ഞ് നമ്മൾ ഗൈഡിന്റെ കൂടെ ഒരു പാരീസ് സിറ്റി ടൂർ നടത്തും. സിറ്റി ടൂർ കഴിഞ്ഞ് നമ്മൾ സീൻ നദിയിൽ ഒരു ബോട്ട് സഫാരി
ബോട്ട് യാത്ര നടത്തും. അത് കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിയും. അത് കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലേക്ക് പോരും. അതാണ് നമ്മുടെ പരിപാടി. ആളുടെ കമ്പനിയാണ് ഇത് ഡിസൈൻ ചെയ്ത് ഇത് പണിതത്. ഇത് ടവറിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 26, 1887 ഇത് തീർന്നത് ഏതാണ്ട് 15 മാർച്ച് 1889 കൺസ്ട്രക്ഷൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്യുന്നത് ഏതാണ്ട് 31 മാർച്ച് 1889 ഇത് ഒരു അന്നത്തെ 1889 ഒരു വേൾഡ് ഫെയറിന്റെ വേണ്ടിയിട്ട് ഒരു സെൻട്രൽ പീസ് ആയിട്ട് പണിതൊരു ടവറായിരുന്നു. ഈ ടവർ ഏകദേശം 330 മീറ്ററാണ് ഇതിന്റെ ഉയരം. ഒരു 81 നില കെട്ടിടത്തിന്റെ ഏകദേശം ഉയരത്തിലാണ് ഈ ടവർ നിൽക്കുന്നത്. ഇത് ഈ പാരീസിലെയും ഫ്രാൻസിലെയും ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യപ്പെടുന്ന ഒരു മോണുമെന്റ് ആണ്. അത് ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്നത്. അവിടെ നിന്ന് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വരത്തക്ക രീതിയിൽ ഒരു ഫോട്ടോ എടുക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു മോണുമെന്റ് ആണ്. ഇത് 1991 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ പെടുത്തുകയുണ്ടായി. 20 വർഷം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇത് ഇത്രയും വർഷങ്ങൾ 100 കണക്കിന് വർഷം നിലനിൽക്കാൻ വേണ്ടിയിട്ട് പണിതൊരു ടവറല്ല. നാഷണൽ അസംബ്ലി അല്ലെങ്കിൽ അസംബ്ലി നാഷണൽ സെനറ്റ്, അതാണ് നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത്. അതിന്റെ ലോവർ ഹൗസ് ആണ് നമ്മുടെ ലോക്സഭയിൽ. റെപ്രസെന്റേറ്റീവ്സ് അതിലുള്ളത് നമ്മുടെ എംപിമാർ, ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ്. ഈ 3 ഡിസ്ട്രിക്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിനെ വിളിക്കുന്നത് അറോൺഡിസ്മെന്റ്സ്. ഈച്ച് അറോൺഡിസ്മെന്റ്സ് ഹാവ് ഇറ്റ്സ് ഓൺ യുണീക് ക്യാരക്ടേഴ്സ് ആൻഡ് അട്രാക്ഷൻസ്. 20 അറോൺഡിസ്മെന്റ്സ് പറയുകയാണെങ്കിൽ ആദ്യത്തെ ലുവേർ, ഓർസേ, ടെമ്പിൾ, ഹോട്ടൽ ഡെ വിൽ, പാൻതിയോൺ, ലക്സംബർഗ്, പലായ്, ബുറോൺ, എലൈസി, ഓപ്പറ തുടങ്ങിയ 20 അറോൺഡിസ്മെന്റ്സ് ആണ്. ഇത് ഓരോ അറോൺഡിസ്മെന്റ്സിനും യുണീക് ക്യാരക്ടേഴ്സ് ഉണ്ട്. ലാൻഡ്മാർക്സ് അട്രാക്ട്. ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ മ്യൂസിയമാണ്. സെക്കൻഡ് ലാർജസ്റ്റ് മ്യൂസിയം ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഹെർമിറ്റേജ് മ്യൂസിയം റഷ്യയിലെ ആണ്. തേർഡ് ലാർജസ്റ്റ് മ്യൂസിയമാണ് ഈ ലുവേർ. ഇത് ഈ ലുവേറിലെ ആർട്ട് ഫോംസിന്റെ മുമ്പിൽ നമ്മൾ ഒരു എക്സിബിറ്റിന്റെ മുമ്പിൽ ഒരു 30 സെക്കൻഡ് നിൽക്കുകയാണെങ്കിൽ ഈ ലുവേർ എന്ന് പറയുന്ന മ്യൂസിയം കണ്ടു തീർക്കാനായിട്ട് ഏതാണ്ട് 3 മാസം എടുക്കുമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വലിയൊരു മ്യൂസിയമാണ് ലുവേർ. അതില് ഫേമസ് പെയിന്റിംഗ് മൊണാലിസ എന്ന് പറയുന്ന പെയിന്റിംഗ്, ലോകത്തെ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ഏറ്റവും പ്രശസ്തമായ മൊണാലിസ എന്ന് പറയുന്ന പെയിന്റിംഗ് സൂക്ഷിച്ചിരിക്കുന്നത് ഈ ലുവേർ മ്യൂസിയത്തിലാണ്. അത് പെയിന്റ് ചെയ്തിരിക്കുന്നത് 1504 1506 ഇടയ്ക്ക് 16-ാം നൂറ്റാണ്ടിൽ പെയിന്റ് ചെയ്തിരിക്കുന്നതാണ്. ഇറ്റാലിയൻ പെയിന്റർ ലിയനാർഡോ ഡാവിഞ്ചിയുടെ പെയിന്റിംഗ് ആണ്. ഈ ലുവേറിന്റെ ചരിത്രം തുടങ്ങുന്നത് ഏതാണ്ട് 12-ാം നൂറ്റാണ്ടിലാണെന്ന് പറയാം. ഫിലിപ്പ് II അല്ലെങ്കിൽ ഫിലിപ്പ് അഗസ്റ്റസ് അവിടെ ഒരു ഫോർട്ടസ് പണിതിരുന്നു 12-ാം നൂറ്റാണ്ടിൽ. അപ്പൊ ഈ ഫോർട്ടസ് സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പണിതായിരുന്നു. ഇത് 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം ഈ കോട്ട തകർക്കപ്പെട്ടു. അപ്പൊ അതിന്റെ ബേസ്മെന്റ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫൗണ്ടേഷനിലേക്ക് ആണ് 16-ാം നൂറ്റാണ്ടിലും അത് കഴിഞ്ഞുമായിട്ട് ഈ ലുവേർ മ്യൂസിയം പണിത് ഉയർത്തിയത്. ഇത് ലുവേർ മ്യൂസിയം ഇത്ര വലുതാകാൻ കാര്യം എന്ന് വെച്ചാല് ഈ പാരീസിലെ ഓരോ രാജാവും ഈ ഒരു പാലസ് കൊട്ടാരവും കൂടെയാണ്. ഈ അപ്പൊ ഒരു രാജാവിന് ആ പഴയ രാജാവ് താമസിക്കുന്ന ഒരു കൊട്ടാരത്തിൽ താമസിക്കാൻ ഒട്ടും താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരു പുതിയ രാജാക്കന്മാര് അധികാരം വയ്ക്കുമ്പോഴത്തേക്കും അത് പുതിയ ഭാഗങ്ങൾ പണിതുയർത്തുകയും അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്ന് ഈ മ്യൂസിയം വളരെ വലുതായി വരുന്നതാണ്. എല്ലാ രാജാക്കന്മാരും എക്സ്റ്റൻഷൻസ് എടുത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വേൾഡ് ലുവേർ എന്ന് പറയുന്നത് ലൂ എന്ന ഒരു ഫ്രഞ്ച് പടയിൽ നിന്ന് വന്നിരിക്കുന്നത്. ലൂ എന്ന് പറഞ്ഞാൽ വുൾഫാണ്. വുൾഫ് എന്നാണ് അർത്ഥം, ചെന്നായി. 12-ാം നൂറ്റാണ്ടില് ഈ ഏരിയ ഒരു ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു എന്ന്, ഇവിടെ ധാരാളം ചെന്നായ്ക്കൾ അലഞ്ഞിരുന്ന സ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത്. ഫിലിപ്പ് അഗസ്റ്റസ് ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ പട്ടാളത്തെ വിടുകയും ഈ ഏരിയ ക്ലിയർ ചെയ്തെടുക്കുകയും ചെയ്തു. വുൾഫിനെയൊക്കെ ഇവിടുന്ന് തുരത്തി. സുവനീറുകളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ വിൽക്കുന്ന. നമ്മുടെ ബാഗിൽ എന്തൊക്കെ പാടുണ്ട്? ബാഗിൽ ഈ ഷാർപ്പ് ഐറ്റംസ് അതുപോലൊന്നും പാടില്ല. നെയിൽ കട്ടർ, പിച്ചാത്തി, കത്തി. വലിയ വെള്ളം പാടില്ല. വലിയ ചെറിയ കുപ്പികളിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വെള്ളം കുടിച്ച് തീർത്താൽ മതി. അവിടെ വെച്ച് അവരെന്തെങ്കിലും പറയുകയാണ്.
വേണ്ടിയിട്ട് 1889 കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയതാണ്. പൊളിച്ചു കളയാൻ വേണ്ടിയിട്ടിരുന്ന ഒരു നിർമ്മിതിയായിരുന്നു. പക്ഷെ പിന്നീട് 1-ാം ലോക മഹായുദ്ധത്തിലൊക്കെ ഇത് കമ്മ്യൂണിക്കേഷൻ രംഗത്തൊക്കെ ഒരുപാട് സഹായിച്ചതോടുകൂടി ഇത് പൊളിച്ചു കളയാതെ ഒരു സ്ഥിരം ടൂറിസ്റ്റ് അട്രാക്ഷനായി തുടരുകയായിരുന്നു. ഇപ്പം ലോകത്തെ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യപ്പെടുന്ന ഒരു മോണുമെന്റ് ആണ്. നമ്മൾ ഐഫൽ ടവറിൻ്റെ അടുത്തെത്തിയിട്ടില്ല. നമുക്ക് ഇവിടുന്ന് കാണാം. ഐഫൽ മരമില്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, ഇത് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരും ഫോട്ടോയും വീഡിയോയും എല്ലാം പിടിക്കുകയാണ്. അതിൻ്റെ സെക്കൻഡ് ലെവൽ വരെയാണ് പറഞ്ഞിരുന്നത്, എങ്കിലും 3rd ലെവൽ വരെ എടുത്തു. പക്ഷെ അത് ഒത്തിരി നന്നായി. കാരണം നമ്മൾ പാരീസിൽ വന്നിട്ട് 2nd ലെവൽ കയറി തിരിച്ചു പോയി. ഇനി അതിൻ്റെ 3rd ലെവൽ കയറാനായിട്ട് നമ്മൾ ചാൻസ് കുറവാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 3rd ലെവൽ എടുത്തു. ഞങ്ങളങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ വീഡിയോ ഞാൻ ഓരോ ദിവസത്തെയും അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. സെയിം ഡേ തന്നെ, ചിലപ്പോൾ ഒത്തിരി ലേറ്റ് ആവും, എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ അപ്ലോഡ് കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ബെല്ലൈക്കണം പ്രസ് ചെയ്താൽ ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. കാരണം ഇന്ന് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തില്ല. ഞാൻ ചിലപ്പോൾ ഷെയർ ചെയ്യാൻ വിട്ടുപോണയാണ്. പക്ഷെ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, എന്തെല്ലാം പറഞ്ഞാലും പോയേക്കരുത് കേട്ടോ. എന്റെ പിന്നാലെ അല്ലാതെ ഞങ്ങളോട് ഇവിടെ വരുന്നതിന് മുമ്പ് ഗൈഡ് പറഞ്ഞിരുന്നു. അതായത് ഇവിടെ വരുമ്പോൾ പലരും നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയോ, അതൊന്ന് ഫില്ല് ചെയ്യോ സൈൻ ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ട് വരും. അവർ പോക്കറ്റ് അടിക്കാരാണ്. അപ്പോൾ അതിന് അവർക്കൊന്നും റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരുന്നു. ചേട്ടൻ പക്ഷേ സൈൻ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ തമ്പുരാൻ്റെ കൃപയാൽ വേറെ ഞങ്ങൾക്കൊന്നും പോക്കറ്റടി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കെയർ ചെയ്യണമെന്ന് പറയും. നമ്മൾ അവിടെ പോകുമ്പോൾ ഇങ്ങനെ തിരക്കുണ്ട്, അപ്പോൾ ക്യൂ നിന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ തിരക്കുണ്ടാക്കി ഇങ്ങനെ ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, ഞങ്ങളുടെ സാന്റാമോണിക്കയുടെ ലീഡർ ജെക്കെ ഒരു കൊടിയിലായിരുന്നു ഈ ബോർഡ് പിടിച്ചിരുന്നത്. പക്ഷെ അത് എയർപോർട്ടിൽ വെച്ചിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ സമയത്ത് അതൊരു ട്രേയിൽ വെച്ചപ്പോൾ അത് മിസ്സായി. അപ്പോൾ ഞങ്ങൾ ട്രെയിലെല്ലാം വെച്ച് സ്കാൻ ചെയ്ത് തിരിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ കൊടി മിസ്സായി. എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കടലാസ് കയ്യിൽ പൊക്കി പിടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. പക്ഷെ ഞങ്ങളുടെ ലീഡർ വളരെ കോപ്പറേറ്റീവാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഐഫൽ ടവറിൻ്റെ അടുത്തെത്തി. ഇതാണ് ഇതിൻ്റെ താഴെ നിന്നുള്ള വ്യൂ ആണിത്. നമ്മൾ നോക്കുമ്പോൾ എന്തോ ഇരുമ്പ് കഷ്ണത്തിൻ്റെ താഴെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇതാണോ നമ്മൾ ഇത്രയും ആഗ്രഹിച്ച് കാണാൻ വന്നതെന്ന്. പക്ഷെ അകലേന്ന് കാണുമ്പോഴും ഭംഗിയുണ്ട്, അടുത്ത് വന്നിട്ടും ഭംഗിയുണ്ട്. ഇപ്പം ഞങ്ങൾ ലിഫ്റ്റിൽ കയറി. നമുക്ക് ലിഫ്റ്റിലും പോവാം, സ്റ്റെപ്പും കയറാൻ വേണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിലാണ്. എനിക്ക് തോന്നുന്നു 2 ലിഫ്റ്റിലായിട്ടാണ് പോകുന്നത്. ആദ്യം 2nd ലെവൽ വരെ ഒരു ലിഫ്റ്റ്, പിന്നെ നെക്സ്റ്റ് 3rd ലെവലിലേക്ക് അടുത്ത ലിഫ്റ്റിൽ. ഞങ്ങൾ ലിഫ്റ്റിലാണ് നിൽക്കുന്നത്.
For the summit top floor, this way, le sommet par ici, messieurs, dames. Third floor? Top floor. Third floor. Yes. നമ്മൾ ഐഫൽ ടവറിന്റെ മുകളിലാണ്, ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ശരിക്കും സാന്റാമോണിക്കയുടെ ഗ്രൂപ്പിൽ സെക്കൻഡ് ഫ്ലോറേ ഉള്ളൂ. പക്ഷേ നമ്മൾ അഡീഷണൽ ഒരു €10 പേ ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ ടോപ്പ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. ഒന്നും കണ്ടില്ല, ഒന്നും കണ്ടില്ല. സെക്കൻഡ് ഫ്ലോറിൽ നിന്നുള്ള കാഴ്ചകളാണിത്. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബാഗെല്ലാം നന്നായിട്ട് സൂക്ഷിക്കണം. അത് വേണമല്ലോ. ഞാൻ ഹസ്ബൻഡിനെ ഒന്ന് വീഡിയോ പിടിച്ചപ്പോൾ എന്നിട്ട് ആക്കുന്നതാണ്. അതെ, കൂടെ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഐഫൽ ടവറിന്റെ തേർഡ് ഫ്ലോറിലേക്ക്. തേർഡ് ഫ്ലോർ ഇനിയില്ല, നമ്മള് ലണ്ടനയുടെ മുകളിൽ നിന്ന്, ലണ്ടൻ മൊത്തം കണ്ട പോലെ ഇതിന്റെ മുകളിൽ നിന്ന് പാരീസ് മൊത്തം കാണാം നമുക്ക്. ഇതൊക്കെ സ്റ്റെപ്പ് കയറി ഇറങ്ങേണ്ടി വരില്ലായിരുന്നു. 200 വലിച്ചാൽ മതി. പക്ഷെ ഇതില് ഈ ടവറുകളുടെ ഇത് കൊണ്ട് വ്യൂ പുറത്തേക്ക്, പക്ഷെ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോ അപ്പുറത്തെ സൈഡ് വേണ്ടതായിരുന്നു. അപ്പുറത്ത് വ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ ഏറ്റവും മുകളിലൊന്നും കൊണ്ടുപോകില്ല അവര്. ഒരു ലിമിറ്റ് ഉണ്ട്. 276. അപ്പൊ ആ ലിഫ്റ്റ് വീണ്ടും കയറുന്നുണ്ടല്ലോ ആളുകള്. താഴേക്കായിരിക്കോ? ഇനി നമ്മൾ ഇവിടുന്ന് സ്റ്റെപ്പ് കയറണം. ഇവിടെയാണ് നമ്മളുടെ വ്യൂ വരുന്നത്, ഐഫൽ ടവർ. അതിലേക്ക് മൊബൈൽ സാധ്യത സേഫായിട്ട്. ഓ, അവിടുന്ന് ലൈറ്റ് അവിടുന്ന് വരുന്നത്. ഇപ്പൊ താഴെ കിട്ടിയത് പോയോ? ഞങ്ങളിവിടെ ടെലസ്കോപ്പ് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിൽ കൂടെ നോക്കിയിരുന്നു, പക്ഷെ ഒന്നും കണ്ടില്ല ഞങ്ങൾ. പക്ഷെ പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതിൽ യൂറോ ഇടണമായിരുന്നു. യൂറോ ഇട്ടാലാണ് വ്യൂ കിട്ടുകയുള്ളായിരുന്നു. Well, that telescope. Don't worry. No, it's okay. ഇത് ഇവിടുന്ന് കാണാനായിട്ട് വളരെ ഭംഗിയുണ്ട്.
വീഡിയോയിൽ കാണുന്ന പോലെ കണ്ടാൽ പോരാ, നേരിൽ വന്ന് കാണണം. പാരീസ് നഗരം മുഴുവൻ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കാണാം. ശരിക്കും ഈ 3rd സ്റ്റേജിലേക്ക് കയറിയില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് വലിയ നഷ്ടമായിരുന്നു. സാന്റാമോണിക്കയുടെ 2nd സ്റ്റേജ് വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പ് പറഞ്ഞു ഇവിടെ വരെ വന്നിട്ട് ഇനി ഈ 3rd സ്റ്റേജിലേക്ക് വരാനായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ, അപ്പോൾ എന്തായാലും ഇത് കാണണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ഗൈഡ് ജയകൃഷ്ണൻ വളരെ എന്താ പറയുക, ഞങ്ങളായിട്ട് സഹകരിച്ചു പോകുന്ന ആളായതുകൊണ്ട് ഞങ്ങളും വളരെ ഹാപ്പിയാണ്. നമ്മൾ 280 മീറ്ററിലാണ് നിൽക്കുന്നത്. ഫുൾ സിറ്റി. ഇല്ല 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 ഇല്ല, ഞാൻ ഇതിന്റെ പുറത്തേക്ക് പിടിക്കുമ്പോഴൊക്കെ fatti bene. Sì. Sono delle statue, bravo amore. Sì, sono delle statue. Bisogna che con la mano. Vieni, Samu. Samu, മതി, കുറേ കിട്ടിയിട്ടുണ്ട്. ഓ, അങ്ങനെ ചെയ്യണം. ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇതിന്റെ മുകളിൽ വീഡിയോസ്他们现在早餐啊都跟他们要自己然后自己家里，所以就而且我今天ശരിക്കും ഇതും ആടുന്ന പോലെ, പക്ഷെ വീഡിയോയിൽ അത്രയും ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഞങ്ങൾ നേരെ നോക്കുമ്പോൾ ഐഫിൽ ടവർ ആടുന്ന പോലെ ഞങ്ങൾക്ക് തോന്നുന്നത്, പക്ഷെ അത് ആ ക്ലൗഡ്സ് നീങ്ങുന്നതായിരിക്കും. പക്ഷെ വീഡിയോയിൽ അത് ക്ലിയർ ആവുന്നില്ല. വീഡിയോയിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം, നമ്മൾ നോക്കുമ്പോൾ ആടണ്. ചെറിയ കിളി ഞങ്ങൾ ഐഫൽ ടവർ കണ്ടു. ഇനി തിരിച്ചു പോവുകയാണ്. ഇവിടെ മരം നിൽക്കുന്ന കാരണം ടവറിനെ കിട്ടുന്നില്ല. ഞങ്ങൾ ഐഫൽ ടവറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിചാരിച്ചു, ഐഫൽ ടവറിൻ്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ ശരിക്കും എടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. കാരണം ഞങ്ങൾ പോകുന്ന വഴിയിലും എല്ലാം മരങ്ങളായിരുന്നു. പിന്നെ അടുത്തെത്തുമ്പോൾ നമുക്ക് ടവർ ഫുള്ള് കിട്ടാവുന്ന രീതിയിൽ എടുക്കാനും പറ്റില്ല. പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, ഞങ്ങൾ ഇറങ്ങിയ സ്ഥലത്തേക്ക് നടന്ന് വരുമ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്ക് മരമൊന്നും ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. ഐഫൽ ടവറിൽ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതാണ് ഞങ്ങളുടെ സാന്റാമോണിക്ക ഗ്രൂപ്പ്. ഞങ്ങൾ വരുന്ന വഴി കണ്ടതാണ് പട്ടികൾ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ പിടിച്ചതാണ്. എന്താ ഇവിടെയുള്ളവർ ഒരുപാട് പേരിങ്ങനെ നടക്കുമ്പോൾ കയ്യിൽ പട്ടികളുണ്ട്. ഞങ്ങളുടെ ഗൈഡ് എത്തിയിട്ടില്ല, അവിടെ നിന്ന് വരുന്ന ഗൈഡ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങളുടെ ഗൈഡ് മലയാളം സംസാരിക്കുന്ന ആളാണെന്നാണ് പറഞ്ഞത്. പോണ്ടിച്ചേരിയിലുള്ള ആളാണ്. 20 വർഷം 21 വർഷം മറ്റോ ആയിട്ട് പാരീസിലാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ എക്സ്പ്ലനേഷനെല്ലാം ഇംഗ്ലീഷിലല്ല മലയാളത്തിൽ തന്നെ കേൾക്കാം. എനിക്ക് തോന്നുന്നു മലയാളവും തമിഴും
ഏതൊക്കെയോ ലാംഗ്വേജ് പറഞ്ഞതെല്ലാം അറിയാമെന്നാണ് പറഞ്ഞത് നമ്മളുടെ ഇന്ന് വരുന്ന ഗൈഡിന്. My name is Sendil. I'm originally from Pondicherry, but I live here in Paris for the last 21 years. So I will be your guide for this afternoon's visit of Paris. First of all, before we move, I'm going to explain to you a concept, and this concept is called perspective. Perspective nu vechandana. I'll give you an example. Idu vandu oru railway track ene pola. Railway track engane undu eppozhum parallel aayittu irukkum. പക്ഷേ മുകളിലേക്ക് പോകുമ്പോഴേ അത് കൂടി വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ലുക്സ് ആസ് ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ക്ലോസർ ആൻഡ് ക്ലോസർ. ദാറ്റ് ഈസ് എൻ ഓപ്റ്റിക് ഇല്യൂഷൻ. ദാറ്റ് ഈസ് കോൾഡ് പെർസ്പെക്റ്റീവ്. ഈ രണ്ട് ട്രാക്കും ഒന്ന് ചേരൂ ഇല്ല, എന്ത് പറ്റും? അറ്റ് വൺ പോയിന്റ് അത് വന്നിട്ട് മറഞ്ഞു പോകും. ഇറ്റ് വിൽ ഡിസപ്പിയർ. ദാറ്റ് ഈസ് കോൾഡ് ദി വാനിഷിംഗ് പോയിന്റ്. Okay, you should remember this perspective and vanishing point to appreciate the beauty of Paris. Most of the monuments in Paris, they are being honored with this perspective and vanishing point. Okay, good night. Adiyale? Huh? Pora? Continue Jaina. Okay, let's continue. Ladies and gentlemen, now on either side you can see these buildings, and the street where we walked along to reach the restaurant, our street le ella buildings idu polathe architecture. അതായത് ഒരു ആർച്ച് ഉണ്ടാവും, ആർച്ചിൻ്റെ ബാക്കിൽ ഒരു പേയ്മെൻറ്റിൻ്റെ സൈഡിൽ ഷോറൂംസ് ഉണ്ടാവും. എന്തിനാ? Rain or shine, ladies can come here. They can take shelter behind these arches. They can see the wonderful dresses exposed in these showrooms. At the same time, they can show off the wonderful dresses which they are wearing. So, idu engane express cheyna? There is a coinage of word. It is called to see and to be seen. Kananum, kanikanum. The French love that, okay. So now you can see many people sitting on the terrace having their drinks. So they can see what people are doing when passing by. At the same time, passers-by can see how wonderfully they are enjoying this wonderful weather. Now, ladies and gentlemen, I'm going to introduce to you a character, and this character is called Napoleon III. Napoleon III കേട്ടിട്ടുണ്ടോ? നെപ്പോളിയൻ കേട്ടിട്ടുണ്ട്. നെപ്പോളിയൻ എന്ന് പറയുമ്പോഴേ നമുക്ക് നെപ്പോളിയൻ ബൊണപ്പാർട്ടാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. നെപ്പോളിയൻ ബൊണപ്പാർട്ട് വാസ് കോൾഡ് Napoleon the First. പുള്ളിയുടെ നെഫ്യൂ, that is his younger brother's son, was called Napoleon III. And Napoleon III was in exile in London. And when he was in London, he wanted to come to power in France. Okay, he tried a coup d'etat, and that was a failure. So he was put to prison. And from the prison, he wrote a book. He wrote a book which was entitled How to Eradicate Poverty. Okay, once he Napoleon III വന്നിട്ട് ആ ബുക്ക് എഴുതി prison എന്ന്. That book was called How to Eradicate Poverty. So when he wrote this book, the first elections in France was held in 1848, and then he was elected as the first president of France. And ഈ ഫസ്റ്റ് എലക്ഷൻസിൽ ഈ പ്രസിഡന്റ് എലക്ട് ചെയ്തത് വന്നിട്ട് 4 years term. At the end of the 4 years, he dissolved the parliament, and then he became an emperor like his uncle. And then he engaged a mayor for the transformational works, and this mayor was called Haussmann.
Haussmann is spelled Haussmann. Haussmann was the one who transformed Paris from a medieval city to a modern capital of capitals. So ഇവിടെ ഒരുപാട് പുവർ പീപ്പിൾ ഉണ്ടായിരുന്നു. ആ പുവർ പീപ്പിളിനടുത്ത് ഹോസ്മാൻ പ്രോമിസ് ചെയ്തു. എന്തെന്ന് വെച്ചാൽ ഈ പ്രോമിസ് ദം ദാറ്റ് ദേ ക്യാൻ സെൽ ഓഫ് ദിയർ ഹൗസസ്. വൺസ് ദേ സെൽ ഓഫ് ദിയർ ഹൗസസ് ഇവർ മേടിച്ചിട്ട് then they will do the transformational works, and once the transformational works were over, they can come and then they can live in these modern buildings with modern facilities. In the city, poor people ne constructions കഴിഞ്ഞ ശേഷം I will tell you later. Okay, നമുക്ക് ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കണം. നമുക്ക് we are going to turn left. Once we are turning left, you should look on the left hand side. You will see the two rows of all the buildings on either side of the street. They will all be parallel to each other, and that is called the perspective. At the vanishing point, you will see one of the most beautiful monuments in Paris, and that monument is called the Opera of Paris. ഒന്ന് ക്യാമറാസ് ഒക്കെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വിൻഡോസിൽ ഒന്ന് എടുത്ത് വെച്ചോ. റെഡിയായോ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒന്ന് നോക്കുക. കണ്ടോ? ഈ പെർസ്പെക്റ്റീവിന്റെ അവസാനത്തില് നമുക്ക് ഒപ്പേറ കാണാം. So this is how the opera has been honored. So this is how you should remember how to see the monuments of Paris. On the right hand side we have Comédie Française. This was one of the places where the theatrical performances were held. If English is called as the language of Shakespeare, French is called the language of Molière. Molière was one of the greatest dramaturgists who wrote a lot of plays in French, and he used to perform in this theater. Okay, now Haussmann was the mayor who transformed Paris. So once the houses were all bought over, all the houses were demolished, and these large lanes were laid and the buildings were built. Now I'm going to explain to you the three characteristics defining the Haussmannian style of architecture. Now you will see that the buildings on either side, എല്ലാ ബിൽഡിങ്ങും സെയിം ഹൈറ്റാ, എല്ലാ ബിൽഡിങ്സും സെയിം കളറാ. പിന്നെ എല്ലാ ബിൽഡിങ്സും സെക്കൻഡ് ഫ്ലോറിൽ ലോങ് ബാൽക്കണീസ് ഉണ്ട്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ഫ്ലോർസിൽ ലോങ് ബാൽക്കണീസ് ഉണ്ട്. സമ്മതിച്ചോ? എന്തിനാ? Haussmann said that it is the width of the streets which determined the height of the buildings. Width equals height. That is why all the buildings are of the same height. He said second floors with long balconies were reserved for the first nobles, that is the most rich people. Third, fourth and fifth floors were reserved for the next rich nobles. അതായത് ആ സമയത്ത് മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്റ്റേറ്റസ് താഴോട്ട് വരും. ദാറ്റ് വാസ് എ കണ്ടീഷൻ. ആൻഡ് ഫിഫ്ത്ത് ഫ്ലോർസിന്റെ മുകളിൽ ഒരു ഫ്ലോർ ഉണ്ടല്ലോ, അതിലാരാണ് താമസിച്ചത്? It was the servants who stayed on the floors on top of the fifth floors. Nowadays we do not have servants. It is the students who stay on the floors on top of the fifth floors. Why? What happened to servants? Servants become rich. In some houses, the names of the servants has been changed. Nowadays, in some houses, they are called as husbands. They are a joke in India. Don't take it serious, ladies, please. So this is how he transformed Paris. Once he started laying large roads, symmetrical buildings, he introduced water supply, sewage facilities, fresh air and fresh light. Thereby he transformed Paris from
a medieval city to a modern capital of capitals. So this is what we'll have to remember. So what happened to the poor people? The poor people who were promised that once these transformations were over, they can come back and live in these modern buildings with modern facilities. What happened to them? When the poor people wanted to come back and live in these modern buildings with modern facilities, they found that the rent had gone very high. The rent had gone so high, and they were not able to pay this increase in rent, and as a result they were all sent out of the city. So do you remember the name of the book Napoleon III had written in order to come to power? How to eradicate poverty. Ingeniano, he eradicated poverty. He did not eradicate poverty, he eradicated the poor. This has a term in English, it's called gentrification. Gentrification is the process whereby rich people buy land in poor people's area and then they build wonderful houses, whereby the land price goes up, building price goes up, as a result the rent goes up. The poor who are not able to pay this increase in rent, they are all being sent out of the city. So gentrification took place in Paris, it took place in all the major cities in the world. Now gentrification is taking place in all the developing countries of the world as well as in the suburbans of the major cities. Now, ladies and gentlemen, I'm going to take you to the most beautiful square in Paris, and this square is called the Vendôme Square. Now, straight ahead of us, you will see on top of a column there is a statue. So that is the statue of Napoleon Bonaparte in the center of the square, which is called the Vendôme Square. But earlier, this square was called the Square of King Louis XIV. There was the equestrian statue of King Louis XIV in the center, which was brought down by the revolutionists during the French Revolution of which year was the French Revolution? 1787. I will give dinner for you, sir. 1789. 1789 is one date you should remember for the French history. How to remember? Very easy. 1789. 1789. So 1789 French Revolution സമയത്ത് ലൂയിസ് XIV സ്റ്റാച്ചു പൊളിച്ചു. അത് കഴിഞ്ഞിട്ട് നെപ്പോളിയൻ അല്ലേ പദവിക്ക് വന്നത്. അപ്പൊ നെപ്പോളിയൻ erected his own statue on top of this column, and wherever Louis XIV had his name that was replaced by Napoleon Bonaparte. So this square is the largest, this square is the most beautiful and the most richest square in Paris. King Louis XIV called himself the Sun King. Look at the balcony. On the balconies you can see there is a gilded round, and in the center of the gilded round you can see a face radiating like the sun. That is the symbol of Louis XIV. That is the only thing which reminds that this place belongs to King Louis XIV. Now, we have the Ministry of Justice, and on the left hand side you will see there are various showrooms for many of the fashion companies. So these are only for jewelers. Only jewelers can have their showrooms showcased here, and that is why this is one of the most beautiful and expensive squares. On the right hand side you can see Chanel. When she lost her mother, her father took her and her sister to an orphanage, left them there, stating that he will come back, pick them up. He never came back. So she was brought up to be a tailor. She became so rich and so famous because she was so good at stitching. Then she tried her hands in
jewelry as well as in perfumes. She became so rich. On the left hand side you can see the 4 white color tents. So these are entrances to a very famous hotel which is called the Ritz Hotel. So Chanel stayed in the Ritz Hotel for 35 years. And it was also in this Ritz Hotel where Lady Diana had her last supper. Lady Diana had a boyfriend who was called Dodi Al Fayed. Dodi Al Fayed was the son of the owner of the Ritz Hotel. And so Lady Diana, when they were having their dinner, what happened was the front area was covered by paparazzis. So Lady Diana was used to them, but not Dodi Al Fayed. Dodi Al Fayed was scared, so he asked his chief of security to find an escape route. This chief of security called in for a car on the street behind these buildings, and from there he was given the job of driving this car. So what happened was this chief of security was a nervous patient, so he was having medication which did not allow him to drive the car. He had 5 rounds of alcohol. That alone did not allow him to drive the car, and he was driving at a pace of 150 kilometers an hour while the speed limit in Paris was just 50. So while overtaking another car under the tunnel, he lost control. He hit the 13th pillar of the tunnel, came out on the other side. That was how the accident took place. Once again, ladies and gentlemen, have your cameras on the left hand side. You will have a closer view of one of the most beautiful monuments in Paris, which is called the Opera of Paris. So this Opera of Paris is a product of the transformational works done during the time of Napoleon III by Haussmann. So cameras on the left hand side, please. And so now on the left hand side you can see right at the very top the statue of Apollo, the god of music and dance, holding a musical instrument called lyre, L-Y-R-E. You can see there are 2 gilded statues on either side. These 2 gilded statues are the representations of dance as well as music. Why? Because this opera was built for dance and music. And so now we do not have good acoustic facilities in this opera, and that is why it is used only for dance purposes, not for music, which is being held in another opera. So this opera is the only opera which takes the shape of of the land, because there was a land of 1 hectare which was vacant. This 1 hectare of land was used for the construction of this opera. Now on the right hand side you can see a restaurant called Café de la Paix. So it was in this restaurant where Victor Hugo used to come for coffee, and it was here where many of the French people used to come to meet him in order to speak about their social problems, because he was a fighter for social justice. Not only the real estate, it is also the restaurants which have been affected, because most of the people who came to work here, they had the habit of having lunch outside, and to have the lunch they had a coupon, a ticket, where the contribution was from the employer as well as the employee. So they used this to have their lunch. Why? Because the food in Paris
is more expensive than outside. So that is why, in order to help, a contribution was made by each of the employers. They had two ways to deal with it. One was either they give a canteen, a food, but the problem with giving the people, the employees with a canteen was that the food, everyone will have to eat the same food. They do not have a choice. But giving a check, it's called ticket restaurant. So the employees can go buy the food in whichever restaurants they preferred. And this was a kind of encouragement for not only for the employees, because they need not have to prepare food at home, bring it, wash the dish and all that. And it was an encouragement for the restaurants, because that was how they made their clients come to their restaurants. So here mostly the lunch is cheaper than dinner, because dinner is a special occasion. So the normal rates are given for lunch, so that everyone will be encouraged to work, to come and have lunch during lunchtime. So on the left hand side you can see a church. This church is called the Church of Magdalena. It was commissioned by Napoleon Bonaparte. Napoleon Bonaparte, what happened is, Napoleon Bonaparte was the one during the French Revolution. What happened was, there was separation of the state and religion. They said no more religion and religious activities, and the churches were closed down. They were used for other purposes but for religion. But later on, Napoleon came to know that the people of France, they wanted to have their religious practices happening, and that is why the Concordat was signed, where that religious practices had recome. So that is why this was built to be a church, and this is built in the Greek style of architecture. The Greek style of architecture has got a triangle at the top, a band underneath, and this band will be supported by pillars. So this was how the Greeks built their temples. Now if you look, when we are turning to the right, if you look straight ahead, there you will see another building with the similar architecture, and that is called the National Assembly. Both these have the same kind of an architecture. So these two are in the Greek style of architecture, so it is called the Greek perspective. Now coming up on the left hand side, you can see a green color board, and that is called La Jure. The first of the La Jure shops was situated here, and it is still maintaining. If you get inside, you will see that it has got wonderful decorations upon the ceiling. And another restaurant on the right hand side, a very famous restaurant, which is called Maxim's. So people in the 18th and 19th century, they used to come to these restaurants, and then after entertaining themselves with their partners or concubines, they would go to the next center, the largest square, and that is called that's called the Concord Square, and they also enjoyed along the river. Okay, so next square, ladies and gentlemen, is called the Concord Square, the largest square in Paris. Right in the center of the Concord Square, you can see a monolithic pillar. This monolithic pillar is called the obelisk, and it
Egypt. It was a gift of the Egyptians to the French, and it was placed in the center, and then the name was changed from Square of Revolution to Concord Square. But earlier, this square was called the Square of King Louis XV. The equestrian statue of King Louis XV, which was placed in the center, was demolished during the French Revolution. Which year? 1789. Thank you. And so this statue of Louis XV was demolished, and then this square was called Square of Revolution. There were about 1,200 heads which were guillotined during the French Revolution, and two of the most famous heads which were guillotined were that of King Louis XVI and his wife Queen Marie Antoinette. Now have your cameras on the right hand side. Please have a look on the right hand side. You will see one of the most beautiful avenues in the world, which is called the Avenue of Champs-Élysées, and with the perspective with the trees on either side coming closer and closer. At the vanishing point, you will see the Arc of Triumph. Cutting the Arc of Triumph is Arc of Law Defense. So the Arc of Triumph is in the Roman style of architecture, and on the left hand side we have another arch which is called the Arc of Carousel. Both were built by Napoleon Bonaparte, and they are in the Roman style of architecture. That is why it is called the Roman perspective. So the Roman perspective and Greek perspective meet at the center, where we have the obelisk, which is the height of Egyptian architecture. You can see there are so many installations which are coming up, because this is going to be one of the fan zones during the pandemic period. During the Olympics. In 2024, this summer, Paris is going to host this Olympics, and so many of the areas where there are a lot of space have been cordoned off for the spectators during this Olympic celebrations. So it is going to be a few weeks of festive season here, and so this festive season is not being encouraged by many of the locals, because it is going to be a different kind of crowd and a lot of restrictions. Even the people who live in Paris, if they have to come out, they have to have a police clearance, a certificate, in order to access this area. So be it a local. And this bridge is called the Concord Bridge. The Concord Bridge is the one which links the National Assembly to the Concord Square. So this bridge was built out of the stones which were recovered from the demolition of a prison which was called the Bastille Prison. This Bastille Prison was attacked on the 14th of July 1789, which marks the National Day in France. Now look on the right hand side, you can see a bridge, a beautiful bridge which is made of a single arch from one bank to the other. Look on the left hand side, there is another beautiful view of Paris. You will see the bell towers of this wonderful church, which is called the Church of Notre Dame. You can see the spire between the two bell towers. So this spire is a new one which has been recently installed in the month of January this year. The Church of Notre Dame was caught up in a fire accident during its renovation in 2019, and it is only now the spire has been replaced. It is believed that this Church of Notre Dame will be reopened during this year, the course of this year. Straight out of us, ladies and gentlemen, you can see the National Assembly. The National Assembly is the lower house of the French Parliament. It is like our Lok Sabha. Every 5 years, there are 2 elections which are being held in France, and that the first one is to elect the President of France. And the President of France is now elected for a tenure of 5 years.
and that takes place after 2 rounds of elections. The second elections, which are held 2 months later, also takes for 2 months, and that is to elect the deputies. There are 577 deputies elected every 5 years, and from them the president picks up the prime minister and the council of ministers. They are called the government who propose laws. On the left hand side you can see another beautiful building. This building is called Quai d'Orsay, the External Affairs Ministry. Now on the right hand side you can see this beautiful bridge, Alexander III Bridge, built for the World Trade Exhibition of 1900. And the 2 large buildings behind this bridge, they were also built for the World Trade Exhibition of 1900. So the bridge with a large glass dome, and that is called the Grand Palace. Facing the Grand Palace is called the Pitti Palace. Earlier there was one large palace occupying both the spaces. So this large palace had a seating capacity of 1 lakh people. And then for the World Trade Exhibition of 1900, it was split into 2 to create a large space. And then this larger bridge was also built. Look at the width of the bridge and look at the width of the pavement, such a large one. The speciality of this bridge is that the single arch from one bank to the other without any support in between. Why was this built? Because on the other side we have the Champs-Élysées. Behind the Champs-Élysées we have the French presidential palace. So in order to create an easy access for the French president to reach the National Assembly, these 2 large installations were separated, and then this bridge was made so that the president can have access to the National Assembly as fast as possible. Now on the left hand side you can see there is a large building. So this large building is called the Invalides. The Invalides was built by King Louis XIV. King Louis XIV became the King of France at the age of 5. He died at the age of 77. 32 years he spent on the battlefield. So there were many French soldiers who were wounded. In order to take care of the wounded soldiers, he built this large building and called it the Invalides. And right in the center you have a gilded dome. Right below the gilded dome we have the tomb of Napoleon Bonaparte. So now, ladies and gentlemen, we are going to give 15-minute photo stop here. Okay, you can stop. Alexander the III Bridge. Behind you will see the Grand Palace, and on the other side you will see the Invalides. It's a wonderful place to take your pictures. Please do not click pictures of the other people or any children, because if you want to take pictures or movies involving other people, you have to take their permission. You cannot film. ഞങ്ങൾക്ക് ഇടയ്ക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറക്കിയതാണ്. പറയാതിരിക്കാൻ പറ്റില്ല, പാരീസ് അത്രയും ബ്യൂട്ടിഫുൾ പ്ലേസാണ്. എവിടെ നോക്കിയാലും വീഡിയോയിൽ കാണുമ്പോഴും നിങ്ങൾക്കറിയാം നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങളെല്ലാം കാണാനായിട്ട്. പിന്നെ ഗൈഡ് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. പിന്നെ ഇന്ന് ശരിക്കും ഈ സിറ്റി ടൂറ് ഞാൻ ഫുൾ എൻജോയ് ചെയ്തിട്ടില്ല, കാരണം നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ബസ്സിലിരുന്ന് ഉറങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാഴ്ചകളും നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇനിയുള്ള പിന്നെ ഞങ്ങളാണെങ്കിലും ഈ ട്രിപ്പ് എല്ലാം കവർ ചെയ്യുന്നില്ല. കാരണം ഞങ്ങൾ ഇത്രയും പോകുന്ന കൺട്രീസിലെ എല്ലാ കാഴ്ചകളും കാണണമെങ്കിൽ ഇത്രയും സമയം ഇത്രയും ദിവസവും പോരാ. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കുക, നല്ലൊരു ബ്രിഡ്ജ് ഉണ്ടല്ലോ. ഇതാണ് ആദ്യത്തെ ബ്രിഡ്ജ്. ഒരു സിംഗിൾ ആർച്ച് ഒരു ബാങ്ക് നിന്ന് നെക്സ്റ്റ് ബാങ്ക് വരെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. ഇപ്പൊ 4 പില്ലർസും ഉണ്ടല്ലോ. ഈ 4 പില്ലർസും ഈ ആർച്ചിനെ അമർത്തി പിടിച്ചുകൊണ്ടിരിക്കുക. സോ ഈ 4 പില്ലറും വന്നിട്ട് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ ബ്യൂട്ടിഫിക്കേഷൻ പർപ്പസസ്, ഇറ്റ് ഈസ് ഓൾസോ ഫോർ ആർക്കിടെക്ചറൽ പർപ്പസസ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കുമ്പോഴേ ആ ട്രീസ് ഒക്കെ ഒരേ ഷേപ്പിലുണ്ട്. ഒരു മറ്റേ പെർസ്പെക്റ്റീവ് നമുക്ക് നല്ലോണം കാണിക്കാൻ പറ്റും. എന്നു വെച്ചാൽ 17th സെഞ്ച്വറിയിൽ ഇത് വന്നിട്ട് ഔട്ട് ഓഫ് സിറ്റി ലിമിറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു റാണി, ആ റാണിയുടെ പേര് മേരി ദ മെഡിച്ചി, ഈ റിവർ വഴി ഇങ്ങനെ ട്രീസ് ഒക്കെ പ്ലാന്റ് ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെ ഇവിടെ റിവറിനടുത്ത് ട്രീസ് ആണ് ഉള്ളത്. എവറി ടൈം ദേ കീപ് ഓൺ മെയിൻറ്റെയിനിങ് ദീസ് ട്രീസ്. അത് 17th സെഞ്ച്വറിയിൽ ഇവിടെ വന്നിട്ട് രാജ റാണി ഇവരൊക്കെ നടക്കാനായിട്ട് വെറുതെ ഒരു ഫോറസ്റ്റ് പോലെ ഒരു സ്ഥലത്ത് അവർക്ക് നടക്കാനായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇപ്പോഴേ ഇത് വന്നിട്ട് ഇറ്റ് ഈസ് നോൺ ബൈ ദ നെയിം ഓഫ് ദ ക്വീൻ. എന്തിനാ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇരിക്കുന്ന കടകളിലൊക്കെ വളരെ പ്രോഫിറ്റബിൾ ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ കടകളാണ്. എന്തെന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കടകൾ വന്നിട്ട് സൗത്ത് ഫേസിംഗ് ആണ്. അപ്പോൾ അവിടെയാണ് മാക്സിമം ലൈറ്റ് വരുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ ആ സൈഡിലാണ് നടക്കും. അപ്പോൾ അവർ അവിടെ നടക്കുമ്പോഴേ പെട്ടെന്ന് അവിടെയുള്ള കടകളിലൊക്കെ കയറും. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു റെഡ് കളർ ടെന്റ് ഉണ്ട്. ഈ റെഡ് കളർ ടെന്റ് വന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഫക്കെ എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് ഹോളിവുഡ് സ്റ്റാർസ് ഒക്കെ മിക്കവാറും ഇവിടെ വന്നിട്ട് കഴിക്കും. എന്തെന്ന് വെച്ചാൽ ഈ സ്ട്രീറ്റ് അല്ലേ സിനിമന് വേണ്ടി വളരെ ഫേമസ്. ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ വന്നിട്ട് മാറ്റിയിട്ടുണ്ട്. ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ കേട്ടിട്ടുണ്ടോ? അത് ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലൂയി വീറ്റൺ 2 കടകളുണ്ട്. ലൂയി വീറ്റൺ പറഞ്ഞിട്ട് ഈ രണ്ടാമത്തെ ബിൽഡിങ്ങിൽ കവർ ചെയ്തിരിക്കുന്ന എൻവലപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടോ, ഒരു സൂട്ട് കേസിനെ പോലെ കാണാം. ഇതെന്ന് വെച്ചാൽ 5 ജനറേഷന്റെ മുമ്പായിട്ട് ലൂയി വീറ്റൺ പറഞ്ഞിട്ടുണ്ട് water level is faster, the boat has to go much faster than the water levels. So that is why the return will be very fast. So after you see the Notre Dame, please take your after taking pictures of the Notre Dame, please use the bathrooms. If you want to use the bathrooms, Avasanam, Thailand, please be seated. You have to please be seated. The coach has not come to a complete stop. You have to go check if you can go further below, behind, and then we can get down. Okay? So our toilet use ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ വന്ന് നമുക്ക് ഐഫൽ ടവർ തൊട്ടടുത്തുനിന്ന് നല്ല ഒരു ഫോട്ടോ കിട്ടും. ഓക്കെ, ഇവിടെ കുറച്ചുകൂടെ പോയിട്ട് ഐഫൽ ടവറിന്റെ ഫ്രണ്ടിൽ പോയിട്ട് കറങ്ങിട്ടാണ് വരുന്നത്. അപ്പോൾ 2 പ്രാവശ്യം 2 ഫോട്ടോ എടുക്കാൻ നമുക്ക് സമയം കിട്ടും. ടോയ്ലറ്റ് വന്നിട്ട് ആ ചർച്ച് ഓഫ് നോത്ര ഡാം കണ്ടതിന് ശേഷം ടോയ്ലറ്റ് ഉപയോഗിച്ചുള്ളൂ. അവസാനം വരെ വെയിറ്റ് ചെയ്താൽ അത് അടച്ചു കാണും. ഓക്കെ, ബോട്ടില് ബാക്ക് സൈഡിലേക്ക് കാണും. ഓക്കെ, പ്ലീസ് ബി സീറ്റഡ് സർ, പ്ലീസ് സീറ്റഡ്. ഓക്കെ, the bus is going to move behind, just hold on to something. Okay, I hope you had enjoyed all the informations which I had every pleasure in sharing with you. If you did. അപ്പോൾ ഐഫൽ ടവറിൻ്റെയും സിറ്റി ടൂറിൻ്റെയും ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു സിറ്റി ടൂറിൽ കുറച്ച് ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അപ്പോൾ കാണാതിരുന്നതെല്ലാം ഞങ്ങളുടെ ഈ ക്രൂയിസിലെ യാത്രയിൽ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ട്രിപ്പിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.